അത് മാറ്റി കൂടുതൽ സ്ഥലത്ത് തന്നെ അല്ല, അല്ലെങ്കിൽ കറക്റ്റ്. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ടൂർ സൺഡേക്കിന്റെ പുതിയൊരു വീഡിയോയിലൊക്കെ വീണ്ടും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോണത് ഒരു GPS ആണ്. മറൈൻ GPS 128 എന്ന് പറഞ്ഞൊരു മോഡലാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോണത്. ഏറ്റവും അഡ്വാൻസ് ആയിട്ട് ഇതിന് പറയേണ്ട കാര്യം, നമ്മൾക്ക് ഇന്ന് ഇവിടെ ലഭ്യമായതിൽ ഏറ്റവും വില കുറഞ്ഞ GPS ആണ്. ഏറ്റവും വില കുറഞ്ഞ GPS-ന്റെ ഡിസ്പ്ലേ ഒക്കെ നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ്. അതിന്റെ ഡീറ്റെയിൽസ് ഫുള്ളി ഞാൻ പറയാം. അത് മാത്രമല്ല, ഈ GPS-ന്റെ മറ്റൊരു പ്രത്യേകത, നമ്മൾ ഇന്ത്യയിലുള്ള മത്സ്യത്തൊഴിലാളികൾ സുഹൃത്തുക്കൾക്ക് ഇപ്പോഴും എക്കാലത്ത് ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് ഗാർമിന്റെ GPS 128. ഏതൊരു മത്സ്യത്തൊഴിലാളിക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു GPS തന്നെയാണിത്, പ്രത്യേകിച്ച് കുറച്ച് പ്രായമുള്ള ആൾക്കാർക്ക്. അതിന്റെ ഒരു പ്രധാന കാരണം, ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ഭയങ്കരമായ ഓപ്ഷനുകളോ കാര്യങ്ങളോ ഫംഗ്ഷനുകളോ ഒന്നും ഇല്ലാത്തൊരു GPS ആണ് ഗാർമിന്റെ 128. ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ കാരണം അത് തന്നെയാണ്. അതായത് വലിയ കോടാലികളൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുക. അപ്പൊ കുറെ പ്രായമുള്ള ആൾക്കാർക്ക് ഇപ്പൊ നമ്മൾ ഭയങ്കര ഒരു ഫംഗ്ഷൻ കൂടിയാണ്. ഉദാഹരണത്തിന് ഗാർമിന്റെ മാപ്പ് GPS 580 കൊടുത്താൽ പോലും അത് ഭയങ്കരമായ ഒരു GPS ഒന്നും അവകാശപ്പെടാനില്ല. ഒരു സാധാ മാപ്പ് GPS മാത്രമാണ് അത്. അതുപോലും കുറച്ച് പ്രായമുള്ള നമ്മളുടെ ശ്രാങ്കന്മാർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെ അത്യാവശ്യം വായിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വളരെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു GPS ആയിരുന്നു ഈ ഗാർമിന്റെ 128. അപ്പൊ അതിന്റെ ഒരു ഈക്വലന്റ് ആയിരിക്കും അത്. എന്നാൽ നമ്മൾ ഇതേപോലത്തെ ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ആ ഡിസ്പ്ലേയിൽ കാണുന്നത്. ഓൺവേഡ KP 128 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു GPS ആയിരുന്നു അത്. അതും ഈ GPS പോലെ തന്നെയൊക്കെയുള്ള ഒരു GPS ആണ്. എന്നാൽ അതിന് ചില പോരായ്മകൾ ആൾക്കാർ പറയുന്നുണ്ട്. ഫംഗ്ഷൻ ഒക്കെ സെയിം ആണെങ്കിൽ പോലും അതിന്റെ ആക്യുറസി, അതായത് അതിന്റെ കൃത്യത കുറച്ച് കുറവായിട്ട് പല ആൾക്കാരും പരാതിപ്പെട്ടിട്ടുണ്ട് എൻ്റെ അടുത്ത്. ഇതിന്റെ കാര്യം ഇപ്പൊ ഈ പുതിയത് കാണാൻ പോണതിന്റെ കാര്യം ആധികാരികമായിട്ട് പറയാൻ എനിക്ക് അറിയില്ല. ആക്ച്വലി കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു GPS ആണ്. ഇതിന്റെ കമ്പനി നല്ല അവകാശവാദമാണ് പറയണത്, നല്ല ആക്യുറസി ഉണ്ട്, വളരെ കാര്യങ്ങൾ പറയുന്നുണ്ട് അവര്. പക്ഷെ അതൊന്നും ഞാനത് വിശ്വസിക്കണമെങ്കിൽ, അല്ലെങ്കിൽ കസ്റ്റമർ മേടിച്ച് ഇപ്പൊ നമ്മൾ ഇത് ഉപയോഗിക്കണ ചില നല്ല ശ്രാങ്കന്മാരുണ്ട്, അവരുടെ ഒരു റിവ്യൂ ഉപയോഗിച്ചതിന് ശേഷം കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാൻ പറ്റുള്ളൂ. മറ്റൊരു കാര്യം, ഇത്രയും നാളെ നമ്മൾ എൻ്റെ ഈ ചാനലിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന വെച്ചാൽ എല്ലാ വീഡിയോസും ഒന്നില്ലെങ്കിൽ എക്യുപ്മെന്റ് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതോ അല്ലെങ്കിൽ കസ്റ്റമർക്ക് വേണ്ടി ഞാൻ മേടിച്ചതോ ആയിരിക്കും. കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ച് ഇതുമായിരിക്കും. ഈ സെറ്റ് അങ്ങനെ മേടിച്ചതല്ല. ഇതിന്റെ ഇന്ത്യയിലെ ഡീലർ ഉപയോഗിക്കാൻ വേണ്ടി, ഇതിന്റെ ഒരു റിവ്യൂ ചെയ്ത് നോക്കാൻ വേണ്ടി, നമ്മളുടെ ചാനലിൽ ഇതിന്റെ ഒരു റിവ്യൂ ഇടാൻ വേണ്ടി അവരയച്ചു തന്നതാണ് ഈ എക്യുപ്മെന്റ്. പിന്നെ ഇത് അവരയച്ചു തന്നെന്ന് വിചാരിച്ച് അവർക്ക് അനുകൂലമായിട്ടെല്ലാം പറയണമെന്നല്ല. ഇതിന്റെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ നമ്മൾ പറയും. അതല്ലാതെ അവരയച്ചു തന്നതുകൊണ്ട് അവരുടെ നിന്ന് കാശൊന്നും മേടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നെഗറ്റീവും പോസിറ്റീവും എല്ലാം ഇതിന്റെ അകത്ത് പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്കിത് ആദ്യം അൺബോക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇതാണ് നമ്മളുടെ ബോക്സ്. ബോക്സ് ഒക്കെ അത്യാവശ്യം നല്ല ചെറുതാണ്. ഇതാണ് GPS. കവറിലൊക്കെ ആക്കി നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ സെറ്റ്. കൂടുതൽ ഭംഗിയായിട്ട് കാണിച്ചു തരാം, ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് ഇതിന്റെ ആന്റിനയൊക്കെ നല്ലോണം വൈൻഡ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് അഴിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഇതേപോലെ വൈൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇത് അതിന്റെ ക്ലാമ്പ് സെറ്റ്. ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ക്ലാമ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ക്ലാമ്പ്. ഇത് ഗാർമിന്റെ GPS 128 സെയിം ആണ്. അത് പിടിപ്പിക്കാനുള്ള സ്ക്രൂസ് ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഒരു എക്സ്ട്രാ ഫ്യൂസ് ഉണ്ട്. ഇതിന്റെ പവർ കോഡ് ഇരിക്കുന്നത് ഇതിന്റെ ഉള്ളിലാണ്. ഇവിടെയാണ് ഇതിന്റെ പവർ കോഡ് ഇരിക്കണം. അപ്പൊ നമുക്കിതൊന്ന് ഓൺ ആക്കാം. ആദ്യം പവർ സപ്ലൈ കൊടുത്തിട്ട് ഓൺ ആക്കാം. ഗാർമിൻ 128 ഓൺ ആക്കാം. എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് വിശദമായിട്ട് തന്നെ പറയാം. നമുക്ക് ഇതിന്റെ പേജസ് ഒക്കെ മറിച്ച് ഇതിന്റെ ഓരോ പേജും എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കാം. ഇതിന്റെ ഓരോ പേജും ഞാനൊന്ന് മാറ്റി കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ ഓരോ പേജും ഇങ്ങനെയാണ് ഇതിൽ ഇത് വേണ്ടത്. ഇതിന്റെ അകത്ത് വരുമ്പോ പേജസ് കണ്ട വ്യത്യാസം. രണ്ടും തമ്മിൽ കാണാനും ആ ഫംഗ്ഷൻ എടുക്കുമ്പോഴും ഒക്കെ മെനു എടുക്കുമ്പോഴും ഒക്കെ ഇതിന്റെ അതേപോലെ തന്നെയല്ല. എന്നാലും ഇത് ഉപയോഗിച്ചാൽ ഉപയോഗിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ.
ആ കറക്റ്റ് സ്ഥലത്ത് തന്നെ അല്ല, അല്ലെങ്കിൽ കറക്റ്റ് അതേപോലെ തന്നെയല്ല ഇരിക്കണേന്ന് മാത്രമേ ഉള്ളൂ. ഫംഗ്ഷൻ രണ്ടും ഏതാണ്ടൊക്കെ സെയിം ആണ്. ഇത് ഉപയോഗിച്ചവർക്ക് ഇത് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ മൊത്തത്തിൽ നോക്കുമ്പോ ഒരു നല്ല സെറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിന്റെ നെഗറ്റീവ് പറയാനാണെന്നുണ്ടെങ്കിൽ ചൈനീസ് ബ്രാൻഡാണ്. പിന്നെ വേറെ ഇതൊന്നും തോന്നിയില്ല. കണക്ടറൊക്കെ നല്ല സോളിഡ് ആയിട്ടുള്ള കണക്ടറാണ്. പിന്നെ ഈ പ്ലാസ്റ്റിക്കിന്റെ ക്വാളിറ്റിയൊക്കെ എന്തുമാത്രം ഉണ്ടെന്ന് കാലം തെളിയിക്കണം. ഇപ്പൊ നോക്കിയിട്ട് നല്ലതാണ്. ഇപ്പൊ കുറെ കാലം കഴിയുമ്പോൾ എന്തെങ്കിലും ബ്രേക്ക് ആയി പോകുന്നെന്ന് അറിയാൻ പാടില്ല. പിന്നെ ഡിസ്പ്ലേ ആണ് എന്നെ ഞെട്ടിച്ചത്. ഞാൻ പലവട്ടമായി പറയണം, അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അത്ര ഒരു വിസിബിലിറ്റി ഉണ്ട് ഡിസ്പ്ലേ. നിങ്ങൾക്ക് ഈ ക്യാമറയിലൂടെ അത് എന്തുമാത്രം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ നേരിട്ട് നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ ആണത്. അത് പറയാണ്ടിരിക്കുക, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഈ ഒരു വിലക്ക് അതും കൂടി ഭയങ്കര ഇമ്പോർട്ടൻ്റാ. ഈ ഒരു വിലക്ക് ഇത്രയും നല്ല ഡിസ്പ്ലേ വെച്ചിട്ടുള്ള ഒരു സെറ്റ് വേറെ ഞാൻ കണ്ടിട്ടില്ല. വേറെ ഏതെങ്കിലും ഇനി ഉണ്ടാന്ന് എനിക്ക് അറിയാൻ പാടില്ല, എന്തായാലും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതാണ്. ബാക്കിയുള്ള രണ്ട് സെറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു ചെറിയ വ്യത്യാസം ഇതിന് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഗാർമിൻ GPS 128ലും ഓൺവയുടെ KP 128 നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്വിച്ച് ഉണ്ടാവില്ല അതിന്. ബാക്കി എല്ലാ സ്വിച്ചും അതേപോലെ തന്നെ ഉണ്ട്, ഇതെല്ലാം അതേപോലെ തന്നെ ഉണ്ട്. പക്ഷെ ഈ ഒരു സ്വിച്ച് മാത്രം ആ രണ്ട് സെറ്റിലും ഇല്ല. ഈ ഒരു സ്വിച്ചാണ് ഈ സെറ്റിനെ ബാക്കി രണ്ടിൽ നിന്നും നല്ല പോസിറ്റീവായിട്ട് വ്യത്യസ്തമാക്കുന്നതും ഈ ഒരു സ്വിച്ച് തന്നെയാണ്. ഈ ഒരു സ്വിച്ചിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിങ്ങനെ നെക്കിയാൽ ഡിസ്പ്ലേ അങ്ങ് മാറും. ഡിസ്പ്ലേയുടെ ആ ഒരു വിസിബിലിറ്റി തന്നെ അങ്ങ് മാറും. ഇപ്പൊ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും ബ്ലാക്ക് ലെറ്റേഴ്സുമായി, ഇപ്പൊ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടും വൈറ്റ് ലെറ്റേഴ്സുമായി, ഇപ്പൊ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടും വൈറ്റ് ലെറ്റേഴ്സുമായി. ഇത് വേറെ ഒരു സെറ്റിലും ഇല്ല കേട്ടോ, ഇങ്ങനെ പെട്ടെന്ന് മാറ്റാവുന്ന. ഇപ്പൊ ഇനിയിപ്പോ ഡിസ്പ്ലേയുടെ അലൈൻമെന്റ് ഒക്കെ എക്കോ സൗണ്ടറിൽ പോലും മാറ്റണമെങ്കിൽ നമ്മൾ മെനുവിലൊക്കെ ചെന്നിട്ട് ഫംഗ്ഷൻ അവിടെ നിന്നൊക്കെ എടുത്ത് മാറ്റണം. പക്ഷെ ഇതിന് ഡയറക്റ്റ് സ്വിച്ച് കൊടുത്തേക്കണേണ്. അത് എടുക്കാൻ, അത് ഓപ്പറേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ നമുക്കൊന്ന് മനസ്സിലാവണില്ല, കുറച്ച് അകലെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവണില്ല, എളുപ്പം തന്നെ ഇത് മാറ്റി നമുക്കൊന്ന് കാണാൻ പറ്റുമെന്ന് നോക്കാം. അത് മാത്രമല്ല, കുറച്ച് ദൂരെ നിന്ന് നോക്കിയാലും ഈ സെറ്റിന് നല്ല ഒരു വിസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതൊരു സത്യം. ലെറ്റേഴ്സ് ഒക്കെ നല്ല വ്യക്തമായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. ഈ ഒരൊറ്റ ഫംഗ്ഷനാണ് ഇതിനെ ബാക്കി ആ രണ്ട് സെറ്റിൽ നിന്നും നല്ല പോസിറ്റീവായിട്ട് വ്യത്യസ്തമാക്കിയേക്കണത്. സംഭവം ഇത്രയും കാര്യങ്ങളാണ് ഈ സെറ്റിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഇതിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണ്, അതിങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറയണില്ല. കാരണം ഇതിന്റെ ഫംഗ്ഷൻ ഇതറിയാവുന്നവർക്ക് ഇത് ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ അപ്പൊ അതാണ് അതിന്റെ ഫംഗ്ഷൻ ഒന്നും പറയാത്ത. പിന്നെ ഇതിപ്പോ കമ്പയർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ, ഇതിന്റെ ഫംഗ്ഷൻ വെച്ച് കമ്പയർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിലവിലുള്ള ഓൺവ KP 128 ആണ് ഇതിന്റെ ഒരു സെയിം ആയിട്ടുള്ളത്. ഇതിപ്പോ വരുന്നില്ലല്ലോ, ഈ മോഡൽ ഇപ്പൊ വരുന്നില്ല. അപ്പൊ ഓൺവയുടെ സെറ്റാണ് ഇതിന്റെ സെയിം ആയിട്ട് നമ്മുടെ ഇവിടെ കിട്ടണമെങ്കിൽ സെയിം ആയിട്ട് കാറ്റഗറി. അപ്പൊ അതിനെക്കാട്ടി കുറച്ചും കൂടി നല്ല ഡിസ്പ്ലേ വെച്ചിട്ട് കുറഞ്ഞ വിലക്ക് ഇത് കിട്ടും. അതാണ് ഇതിന്റെ പ്ലസ്. പിന്നെ ഫുർണോയൊക്കെ ഇത് വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ ഫുർണോന്റെ ഇപ്പോഴത്തെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഫുർണോന്റെ KP 39 ആയിരിക്കും, അല്ല GP 39. ഫുർണോ GP 39 ആയിരിക്കും അവരുടെ ഇപ്പോഴത്തെ ഏറ്റവും വില കുറഞ്ഞ GPS. അത് ഇതേപോലെ തന്നെ കളർ ഡിസ്പ്ലേ ഒക്കെയാണ്. പക്ഷെ അതിന്റെ വില വന്നിട്ട് ഒരു 37,000 രൂപക്കൊക്കെ മേളിലായിരിക്കും. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാനും അത് ആരെങ്കിലും മേടിച്ച് കൊടുത്തിട്ട് കുറെ നാളായി. കാരണം അത്ര നല്ല അഭിപ്രായമല്ല, അത്രയും ആ ഒരു വലിയ വിലക്ക് ഉള്ള GPS അത് ഇല്ലെന്ന് എനിക്കും തോന്നാറുണ്ട്. കളർ ഡിസ്പ്ലേ ആണെന്നുള്ളൊരു GPS 32 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലിയ ക്വാളിറ്റി ഒന്നും പറയാനില്ല സെറ്റിന്. അതിന്റെ വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി കിടപ്പുണ്ട്, ലിങ്ക് ഞാൻ ഐക്കാർഡായിട്ട് ഇട്ടേക്കാം, ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. പിന്നെ ഈ ഒരു സെറ്റ്, പിന്നെ മാസുടെക്കിന്റെ ഒക്കെ സെറ്റുകൾ ഉണ്ടാകുന്നു. ഇപ്പൊ നമുക്ക് ഇവിടെ നാട്ടിൽ കിട്ടണില്ല. അത് മാസുടെക്കിനൊക്കെ ഉണ്ട് ഇതേപോലെ കളർ ഡിസ്പ്ലേ ഉള്ള സെറ്റുകൾ. പക്ഷെ അതൊന്നും നമ്മളുടെ അടുത്ത് ഇപ്പൊ ഇല്ല. ഇപ്പൊ വന്നതിൽ ഓൺവേ ആണുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ഇത് തന്നെ വേണമെന്നുള്ളവർക്ക്, ഈ ഗാർമിൻ 128 തന്നെ വേണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിപ്പോ എന്റെ അടുത്ത് ഒരു 3 സെക്കൻഡ് ഹാൻഡ് കൊടുക്കാൻ എന്റെ അടുത്ത് ഇരിപ്പുണ്ട്. നല്ല വിലയുണ്ട്. വില വെച്ച് നോക്കുമ്പോ പുതിയ ഇതെടുക്കാം വേണമെങ്കിൽ. പക്ഷെ ഇത് തന്നെ വേണമെന്നുള്ളവർക്ക് നല്ല കണ്ടീഷനല്ല. ഇപ്പൊ ഈ സെറ്റൊക്കെ നല്ല കണ്ടീഷൻ, നല്ല പക്ക കണ്ടീഷനാണ്. ഈ സെറ്റ് കൊടുക്കാനുള്ള സെറ്റാണ്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഇത് തന്നെ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്തു, ഞാൻ റെസ്പോണ്ട് ചെയ്തോളാം. മേടിക്കാവുന്ന 3 സെറ്റിന്റെ അടുത്ത് ഇരിപ്പുണ്ട്. പല ക്വാളിറ്റിയുള്ള പല വിലയിലുള്ള 3 സെറ്റ് ഇരിപ്പുണ്ട്. ആവശ്യമുള്ളൊരു മെസ്സേജ് ചെയ്താൽ പുതിയ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ. ഇത്രയും കാര്യങ്ങൾ ഈ സെറ്റിനെ പറ്റി പറയാനുള്ളു. വലിയ കൊണ്ടുപിടിച്ച കാര്യങ്ങളൊന്നും പറയാനുള്ള സെറ്റൊന്നുമില്ല. ഒരു ബേസിക് മോഡൽ സെറ്റ്, ഏറ്റവും വില കുറച്ച ആൾക്കാർക്ക് ഒരു GPS വേണമെന്ന് തോന്നിയാൽ ധൈര്യമായിട്ട് എടുക്കാം എന്ന് തോന്നിയ ഒരു സെറ്റ് അത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസ് നമ്മളുടെ ചാനലിൽ ഇഷ്ടം പോലെ ഉണ്ട്. മത്സ്യബന്ധന മേഖലയ്ക്ക്
ഉപകാരപ്പെടുന്ന കുറെ വീഡിയോസ് ഈ ചാനലിൽ കിടപ്പുണ്ട്. അപ്പൊ ഈ മേഖലയുമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്കും അവർക്കും ഒക്കെ ഉപകാരപ്പെടും. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് അധികം വൈകാതെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.